ഇന്നത്തെ എപ്പിസോഡ് ജനുവരി 25 മുതൽ ഫെബ്രുവരി 1 വരെ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിൽ നടന്നുവരുന്ന ഡോക്ടർ സന്തോഷ് കുമാർ എസ്.എസിന്റെ ദ ലാസ്റ്റ് സ്കൈ എന്ന പേരിലുള്ള ഫോട്ടോ പ്രദർശനത്തിന്റെ കവറേജ് ആണ്. ഞാൻ ഡോക്ടർ സന്തോഷ് കുമാർ എസ്.എസ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് അതുപോലെ തന്നെ എമർജൻസി മെഡിസിനിലെ പ്രൊഫസറാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ ജോലിക്ക് അപ്പുറത്തേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ഈ പറഞ്ഞ യുദ്ധം പുറപ്പെടുന്ന സ്ഥലങ്ങളിൽ, നാച്ചുറൽ കലാമിറ്റി ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ, ആഭ്യന്തര കലഹം ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെ വിവിധ സംഘടനകളുമായിട്ടും UN-ഉമായിട്ടും ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സുമായിട്ടൊക്കെ വോളണ്ടറി ചെയ്തിട്ട് ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം ഗസയിൽ കഴിഞ്ഞ നവംബർ 2023 നവംബർ മുതൽ 2025 ഒക്ടോബർ വരെയുള്ള സമയത്ത് ഏകദേശം ഒരു 10ഓളം മാസം 3 പ്രാവശ്യമായിട്ട് അവിടെ ജോലി ചെയ്യുന്നു. ലാസ്റ്റ് സ്കൈ എന്നത് കഴിഞ്ഞ 2 വർഷത്തിനിടയ്ക്ക് 3 പ്രാവശ്യമായിട്ട് ഗസയിൽ പോയിരുന്നു. അപ്പോൾ ഗസയിൽ കണ്ട കാഴ്ചകളും അപ്പുറത്തേക്ക് അവിടുത്തെ ജീവിതം നമ്മൾ ഒരു ഡോക്ടർ എന്ന നിലയിൽ നോക്കുമ്പോൾ പലപ്പോഴും രോഗികളുമായിട്ടും ഒക്കെ വളരെ അടുത്ത് ഇടപഴകേണ്ടി വരും. അപ്പോൾ അവരുടെ ജീവിതത്തിനെ കുറിച്ചുള്ള ആഴത്തിലുള്ള ഒരു അറിവ് പലപ്പോഴും ഉണ്ടാവും. പിന്നെ അവിടുത്തെ പ്രദേശങ്ങളും അവിടെ നടക്കുന്ന കലാപങ്ങൾ, അവിടെ നടക്കുന്ന ഒരു സോഷ്യൽ കോൺസിക്വൻസസ്, ഈ പറഞ്ഞ യുദ്ധം മൂലം ഉണ്ടാകുന്ന മറ്റ് വലിയ വിപുലമായ പ്രശ്നങ്ങൾ ഇതെല്ലാം നേരിൽ കാണുകയും അത് ഫോട്ടോയും ഈ പറഞ്ഞ എഴുത്തും ആയിട്ട് ചേർന്നിട്ടൊരു പ്രദർശനമായിട്ടാണ്. ഒരു ഫോട്ടോ പ്രദർശനത്തിന് അപ്പുറത്തേക്ക് ഫോട്ടോയും ജീവിതവുമാണ് വാസ്തവത്തിൽ ഇത് ലാസ്റ്റ് സ്കൈ എന്ന് പറയുന്ന ഈ പ്രദർശനത്തിലുള്ളത്. അതിന് കഴിഞ്ഞ ഒരു 22 വർഷമായിട്ട് ഇങ്ങനെ ഈ വിവിധ യുദ്ധങ്ങൾ നടക്കുന്ന വിവിധ രാജ്യങ്ങളിലും 45ഓളം രാജ്യങ്ങളിലൊക്കെ ഇതുപോലെ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇവിടുത്തെ സുഹൃത്തുക്കൾ ജേർണലിസ്റ്റുകളുണ്ട്, എഴുത്തുകാരുണ്ട്. ഞാൻ മുമ്പൊക്കെ തിരികെ വരുമ്പോൾ അവർ എന്നോട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുമായിരുന്നു. അപ്പോൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതണം. ഈ പറഞ്ഞ കേരളത്തിന് നിന്ന് നോക്കുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രദേശമാണ്, വളരെ വ്യത്യസ്തമായിട്ടുള്ള ഈ പറയുന്ന അനുഭവങ്ങളാണ്. അത് തീർച്ചയായിട്ടും എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എഴുതി തുടങ്ങിയപ്പോൾ ഓരോ എഴുത്തിനുമൊക്കെ ഒരു ചിത്രങ്ങൾ വേണ്ടി വന്നു. പത്രത്തിലൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും ചിത്രങ്ങൾ വേണം. അപ്പോൾ ആ ചിത്രങ്ങൾ എടുക്കാൻ തുടങ്ങിയപ്പോഴാണ് ആ ചിത്രങ്ങൾ കൊണ്ട് തിരിച്ചു വന്നപ്പോൾ ആ ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ഭയങ്കര ആഴത്തിലുള്ള ചിത്രങ്ങളാണെന്നും അതിനെക്കുറിച്ചൊരു എക്സിബിഷൻ നടത്തണമെന്നുള്ള ആലോചന പിന്നെയാണ് വന്നത്. അങ്ങനെയാണ് ഈ എക്സിബിഷൻസ്, ഈ ഫോട്ടോ എക്സിബിഷൻസ് എന്ന് പറയുന്ന സംഭവം തുടങ്ങുന്നത്. ഞാനിത് ആദ്യമായിട്ടല്ല ഇങ്ങനെയൊരു എക്സിബിഷൻ സംഘടിപ്പിക്കുന്നത്. നേരത്തെ ലിബിയയെക്കുറിച്ചും സിറിയയെക്കുറിച്ചും സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിനെ കുറിച്ചും ഞാൻ പോയ മിക്കവാറും പല സ്ഥലങ്ങളിലെ കുറിച്ചുമൊക്കെ ഈ എക്സിബിഷൻ നമ്മൾ നടത്താറുണ്ട്. അപ്പോൾ അങ്ങനെ നടത്തിയ എക്സിബിഷൻസിൻ്റെ ഭാഗമായിട്ടാണ്, അതിൻ്റെ തുടർച്ചയായിട്ടാണ് വാസ്തവത്തിൽ ഗസയിൽ ഈ എക്സിബിഷൻ നടത്തുന്നത്. ഒരു ഡോക്ടർ എന്ന നിലയിൽ അല്ലെങ്കിൽ സർജൻ എന്ന നിലയിൽ നമ്മൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ പോകുമ്പോൾ പരിക്കുകളൊക്കെ നമ്മൾ മിക്കവാറും കാണുന്നതാണ്. അതിനപ്പുറത്തേക്ക് നമ്മളെ ബാധിക്കുന്ന മറ്റ് പല കാര്യങ്ങളും വാസ്തവത്തിലൂടെ ഈ ഗസയിലുണ്ടായിരുന്നു. അതിൽ ഒരു ഇൻസിഡൻ്റാണ് ഈ ചിത്രത്തിലൂടെ കാണുന്നത്. ഞാനിവിടെ ജോലി ചെയ്ത നാസർ ആശുപത്രിയാണ്. അതിൻ്റെ കാഷ്വാലിറ്റിയുടെ എമർജൻസി വിഭാഗത്തിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയാണത്. അതിനകത്ത് ഞാനവിടെ ജോലി ചെയ്യുമ്പോൾ തന്നെ 2 പ്രാവശ്യം ഈ ഹോസ്പിറ്റൽ ബോംബ് ചെയ്തിരുന്നു. മിസൈൽ ആക്രമണം ഉണ്ടായിരുന്നു.
ഫസ്റ്റ് ബോംബിങ് പറയുന്ന ഒരു മൂന്നാമത്തെ നിലയിൽ ICUവിലേക്കായിരുന്നു. ICUവിൽ ഏതൊരു മനുഷ്യൻ, എൻ്റെ നേതാവ്, ഹമാസിൻ്റെ നേതാവൊക്കെ ഉള്ളതുകൊണ്ട് അവരൊരു ICU തന്നെ അങ്ങനെ ആക്രമിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ആ മിസൈൽ അങ്ങ് അകത്തേക്ക് കയറിപ്പോയിട്ട് അവിടെ എക്സ്പ്ലോഷൻ നടന്നു കഴിഞ്ഞിട്ട് ഏകദേശം 25ഓളം പേരാണ് ആ ഇൻസിഡൻറ്റിൽ, അവിടുത്തെ ഡോക്ടർമാർ, ഇൻറ്റൻസിവിസ്റ്റ്, നഴ്സുമാർ ഒക്കെ മരിച്ചത്. രണ്ടാമത്തെ ഇൻസിഡൻറ്റ് കുറച്ചുകൂടെ വളരെ ദാരുണമായിരുന്നു. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ നിലയിലായിരുന്നു ഡോക്ടർമാരുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെയും നഴ്സിംഗ് വിദ്യാർത്ഥികളുടെയൊക്കെ താമസിച്ചിരുന്ന സ്ഥലമുണ്ടായിരുന്നത്. അവിടെ റോയിറ്റേഴ്സിൻ്റെ കുറച്ച് പത്രപ്രവർത്തകരുണ്ടായിരുന്നു. അവർ ആ ഫസ്റ്റ് ബോംബിങ് നടന്നപ്പോൾ അതിനകത്ത് അവിടെ ആ ഹോസ്റ്റലിൽ താമസിച്ചിരുന്ന ഏകദേശം 25ഓളം പേരാണ് മരിച്ചതും അതിലേറെ പേര് പരിക്കേറ്റു. അപ്പോൾ ഈ പരിക്കേറ്റ ആൾക്കാരെയൊക്കെ രക്ഷിക്കാനായിട്ട് ആ കോണിപ്പടി വഴി ആൾക്കാർ മുകളിലോട്ട് കയറിപ്പോയി. അവിടുത്തെ ജീവനക്കാർ തന്നെയാണ്, സെക്യൂരിറ്റി ജീവനക്കാരും ബാക്കി എല്ലാവരുമൊക്കെ അതിന് മുകളിലോട്ട് കയറിപ്പോയി. അവരെ രക്ഷപ്പെടുത്തുന്ന ആ സമയത്ത് സെക്കൻഡ് അറ്റാക്ക്, അതായത് ഡബിൾ ടാപ്പ് എന്നാണ് പറയുന്നത്. ഒരേ സ്ഥലത്ത് ഒരേ പോയിന്റിൽ രണ്ടിൽ കൂടുതൽ ഇടവിട്ട് മിസൈൽ ആക്രമിക്കുന്നതിനെയാണ് ഡബിൾ ടാപ്പ് എന്നൊക്കെ പറയുന്നത്. അത് രക്ഷാപ്രവർത്തകരെ ഉന്നം വെച്ചുകൊണ്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതൊരു ഡെലിബറേറ്റ് ആയിട്ടുള്ള അറ്റാക്ക് ആയിട്ട് തന്നെയാണ് നമ്മൾ കാണുന്നത് അത് നടന്നത്. അപ്പോൾ അതിനകത്ത് ഏകദേശം 50ഓളം ജീവനക്കാരാണ് മരിച്ചു പോയത്. അതുമാത്രം എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ഡോക്ടർ നൗഫലുണ്ട്. വളരെ എഫിഷ്യൻ്റ് ആയിട്ടില്ല, വളരെ നല്ലൊരു മനുഷ്യൻ, യങ്ങാണ്. അദ്ദേഹവും ഞാനുമാണ് കാഷ്വാലിറ്റി മിക്കവാറുമൊക്കെ ഒരുമിച്ച് ജോലി ചെയ്യുന്നത്. എമർജൻസി വിഭാഗത്തിൽ റെഡ് ഏരിയയിൽ ഒരുമിച്ച് ജോലി ചെയ്യുന്ന മനുഷ്യനാണ് അയാൾ. ഈ ഫസ്റ്റ് അറ്റാക്ക് കഴിഞ്ഞപ്പോഴേക്കും, ആദ്യത്തെ മിസൈൽ വന്നപ്പോഴേക്കും കക്ഷിയുടെ ഫോൺ ഇങ്ങനെ അടിക്കുന്നുണ്ട്. അപ്പോൾ കക്ഷി നോക്കിയിട്ട് എടുത്തിട്ട് സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. കക്ഷിയുടെ അമ്മയാണ്. അവർക്ക് വാസ്തവത്തിൽ ഈ പറയുന്ന മകൻ എങ്ങനെയാണെന്ന് അറിയണം, സേഫാണെന്ന് അറിയണം, അതിന് കഴിയുന്നില്ല. അപ്പോൾ ഈ ഫ്രാൻറ്റിക്കായിട്ടുള്ള വിളിയാണ്. അപ്പോൾ ഉടനെ തന്നെ നൗഫൽ പറഞ്ഞു, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് വരാം, ഈ പോർട്ടിക്കോയിൽ പോയി കുറച്ച് റേഞ്ച് കിട്ടും, അവിടെ നിന്ന് സംസാരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കക്ഷി പുറത്തോട്ട് പോയി. കക്ഷി അവിടെ ഫോൺ ചെയ്യുന്നതിനിടയിലാണ് സെക്കൻഡ് അറ്റാക്ക് നടക്കുന്നത്. ആ കെട്ടിടം മുഴുവൻ പൊളിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പുറത്ത് വീഴുകയും അദ്ദേഹം, പിന്നെ ഞാൻ കാണുന്ന ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേക്കും മരിച്ചിട്ടാണ് വരുന്നത്. തലയെല്ലാം പൊട്ടി നെഞ്ചെല്ലാം പിളർന്നിട്ട് മരിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ കൂടെ ഉണ്ടാവുന്ന ആൾക്കാർ നമ്മൾ ഒരു 2 മിനിറ്റ്, നമ്മളിപ്പോൾ എന്തെങ്കിലും അസുഖം ബാധിച്ച് മരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാം, പക്ഷേ പെട്ടെന്ന് 2 മിനിറ്റ് കഴിയുമ്പോഴേക്കും കൂടെയുള്ള ആൾ അതിനെ അപ്രത്യക്ഷമാക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടൊരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ഈവൻ്റായിട്ടാണ് എനിക്ക് അന്ന് അനുഭവപ്പെട്ടത്. വല്ലാതെ നമ്മളെ ബാധിച്ചിരുന്നു ആ വിഷയം. അദ്ദേഹത്തിൻ്റെ ഈ ഫോട്ടോകൾ കണ്ടപ്പോൾ ശരിക്കും ഞാൻ കരയാതിരിക്കാൻ ശ്രമിക്കുകയായിരുന്നു, കരഞ്ഞു പോകാതിരിക്കാൻ നോക്കുകയായിരുന്നു. എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ പിന്നെ വാസ്തവത്തിൽ നിയന്ത്രിക്കാൻ പറ്റില്ല. കാരണം ആ ഡോക്ടർ, ആ ആതുര ശുശ്രൂഷകൻ, ആ മനുഷ്യസ്നേഹി, അദ്ദേഹം കടന്നുപോയ അവസ്ഥ കൂടെ എനിക്ക് ഓർമ്മ വന്നു. അദ്ദേഹം എടുത്ത ഫോട്ടോകളെന്ന് പറയുമ്പോൾ അദ്ദേഹം ചെയ്ത ശുശ്രൂഷയുടെ സമയത്ത് അദ്ദേഹം നടുങ്ങിപ്പോയ, കൈവിറച്ചുപോയ, അദ്ദേഹം തകർന്നുപോയ നിമിഷങ്ങളിലൂടെയാണ് ആ ചിത്രങ്ങൾ അദ്ദേഹം എടുത്ത് തയ്യാറാക്കി പ്രദർശിപ്പിച്ചിരിക്കുന്നത്. മനുഷ്യസ്നേഹിയായ ഒരു ആതുര ശുശ്രൂഷകൻ, ഒരു ഡോക്ടർ സന്തോഷ് കുമാർ, അദ്ദേഹത്തിൻ്റെ ഈ യുദ്ധരംഗത്തിലെ ഈ സേവനവും, ആ യുദ്ധരംഗത്ത് അദ്ദേഹം ചെയ്ത ത്യാഗവും, അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും, ഈ ഫോട്ടോയും, ഗാസയിലെ ഉണങ്ങാത്ത മുറിവുകൾ, മനുഷ്യരുടെ എത്രയോ കുട്ടികളാണ്, കുഞ്ഞുങ്ങളാണ് അവിടെ കൊല്ലപ്പെട്ടത്, ഇപ്പോഴും അനാഥരാക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ തീവ്രത, അതിൻ്റെ ദയനീയത വളരെ ഭംഗിയായി ഈ ചിത്രങ്ങൾ വരച്ചു കാട്ടുന്നുണ്ട്. അത് നമ്മളെ മനുഷ്യനെ സ്പർശിക്കും. സേവ് ദ ചിൽഡ്രൻ എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ നടത്തുന്ന വാർ ഓർഫനേജാണ്. അവിടുത്തെ ഞങ്ങൾ ചികിത്സിക്കാൻ പോയപ്പോൾ എടുത്തൊരു ഫോട്ടോയാണ്. വാർ ഓർഫൻസ് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധത്തിനിടയിൽ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ട കുട്ടികൾ, അല്ലെങ്കിൽ അച്ഛനമ്മമാർ നഷ്ടപ്പെട്ട കുട്ടികൾ, വീട്ടിലെ മുഴുവൻ ആൾക്കാരെ നഷ്ടപ്പെട്ട കുട്ടികൾ, അങ്ങനെ കുട്ടികൾ വളരെ അനാഥമാവുന്ന ഒരു അവസ്ഥയുണ്ട്. പലപ്പോഴും നമ്മൾ ആ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നില്ല, അവർ ചിരിച്ച് കളിച്ചൊക്കെ നടക്കുന്നുണ്ടാവും. കുട്ടികളുടെ അവസ്ഥ തികച്ചും ഭയാനകമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഭാവി ഓർത്തിട്ട് നമുക്ക് ആലോചിക്കുമ്പോൾ അവരൊന്ന് തെറ്റ് ചെയ്തെന്ന് നോക്കുമ്പോൾ നമുക്ക് പലപ്പോഴും തോന്നിപ്പോവും. സ്കൂളില്ല, വീട്ടിൽ നോക്കാൻ ആളില്ല, ഓരോ ദിവസവും ഓരോ സ്ഥലത്താണ് താമസം.
ക്യാമ്പുകൾ ഇങ്ങനെ ഈ പറയുന്ന താൽക്കാലികമായ ക്യാമ്പുകളിൽ നിന്ന് ക്യാമ്പുകളിലേക്ക് പോകും. ഇവർ മിക്കവാറും റോഡിലൊക്കെ ഒരുമിച്ച് കളിച്ച് നടക്കും. ഈ കളിച്ച് നടക്കുന്നതിൻ്റെ ഇടയിൽ ഏതെങ്കിലും വണ്ടികൾ, ഈ പറഞ്ഞ കഴുത വണ്ടിയോ കുതിര വണ്ടിയോ കയറിയിട്ട് അത് എവിടെയെങ്കിലും കൊണ്ടുപോകും. അവർക്ക് തിരിച്ചു വരാൻ വഴി അറിയില്ല, എവിടെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയില്ല. അടുത്ത വണ്ടിയിലങ്ങ് കയറും. അങ്ങനെ കയറി ഇവർ പലപ്പോഴുമൊക്കെ ഈ പറയുന്ന വലിയ വെടിവയ്പ്പ് നടക്കുന്ന ഈ ഭക്ഷണ വിതരണ കേന്ദ്രത്തിലൊക്കെ അങ്ങ് എത്തിപ്പെട്ടു പോകും. അപ്പോൾ പിന്നെ വണ്ടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് മിക്കവാറും അവിടെ കിടന്നങ്ങ് ഉറങ്ങും. മണൽപ്പരപ്പിൽ ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും. അപ്പോൾ രാത്രിയാവുമ്പോൾ ഈ ആളുകളങ്ങനെ കൂടി വരുമ്പോഴേക്കും ഇസ്രായേൽ സേന വെടിവയ്പ്പ് തുടങ്ങും. അത് അതിഭീകരമായ വെടിവയ്പ്പാണ്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊക്കെ തലയൊക്കെ ഇങ്ങനെ പൊങ്ങി എഴിച്ച് നോക്കിയാൽ പോലും തല അങ്ങ് തെറിച്ച് പോകുന്ന രീതിയിലുള്ള വെടിവയ്പ്പാണ്. ഈ കുട്ടികൾ കിടന്നുറങ്ങിയിട്ട് അവർ പെട്ടെന്ന് ഈ ഒച്ചയൊക്കെ കേട്ട് എണീറ്റങ്ങ് നോക്കും. എണീറ്റ് നോക്കുമ്പോൾ ഈ ആകാശത്ത് ഇങ്ങനെ പൂത്തിരി കത്തുന്ന പോലെയാണ്. വലിയ ഒച്ചയിൽ പടക്കക്കടക്ക് തീ പിടിച്ച പോലെ ഇങ്ങനെ റോക്കറ്റുകളും പൂത്തിരികളും തിളച്ചക്കൊക്കെ ഇങ്ങനെ കത്തുന്ന ഒരു പ്രതീതിയാണ്. അവരിങ്ങനെ ഒരു നിഷ്കളങ്കതയോട് ഈ പറഞ്ഞ ഈ ആകാശത്തേക്ക്, വർണ്ണാഭമായ ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് എന്താണെന്ന് കാണുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ എഴിച്ച് നിൽക്കുന്നൊരു നിൽപ്പുണ്ട്. മുഹമ്മദ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നിപ്പിൽ ഒരു 50 ബുള്ളറ്റ് അവരുടെ ശരീരത്തിൽ കയറിപ്പോവും. ചിന്ന ഭിന്നമാവും. ഈ പറഞ്ഞ നോക്കി നിൽക്കുമ്പോൾ ചിന്ന ഭിന്നമാവുന്ന കുട്ടികളാണ്. 8 വയസ്സും 10 വയസ്സുള്ള. അതോടുകൂടി അവർ താഴെ വീഴുകയാണ്. ഇവർ അടുത്ത ദിവസം വലിയ വണ്ടികളിൽ, ഈ കഴുത വണ്ടികളിലൊക്കെ ഇങ്ങനെ കൂട്ടമായിട്ട് ഇങ്ങനെയുള്ള മൃതദേഹങ്ങളൊക്കെ കൂട്ടിയിട്ട് കൊണ്ട് വരും. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ജീവിച്ച് സർട്ടിഫൈ ചെയ്യുമ്പോൾ ഈ കുട്ടികളുടെ ദേഹം കാണുമ്പോൾ നമ്മളാകെ കൂടെ വല്ലാതെ വിഷമിച്ചു പോകും. ഈ പറഞ്ഞ ഒരൊറ്റ ബുള്ളറ്റ് മതി വാസ്തവത്തിൽ ഒരു കുട്ടിയെ കൊല്ലാൻ. പിന്നെ എന്ത് പഠിച്ചിട്ടാണ് ഈ കുട്ടികളെ 50 ബുള്ളറ്റൊക്കെ ആ ശരീരത്തിലൂടെ കയറിപ്പോയെന്ന് ആലോചിച്ചു പോകും. എൻ്റെ പേര് സെയ്ദാണ്. ഞാൻ 15 വയസ്സാണ്. സെൻറ് തോമസിൽ പഠിക്കുന്നത്. എക്സിബിഷൻ എൻ്റെ വാപ്പാരോട് വന്നതാണ്. ഇവിടെ ഈ ഫോട്ടോ എല്ലാം കണ്ടപ്പോൾ ഈ വാറിനെ കുറിച്ചൊക്കെ ഒന്ന് അറിയാനൊക്കെ ആയിട്ട് ഈ കുറേ മരിച്ചു കിടക്കുന്ന ആൾക്കാർ, പിന്നെ അവരുടെ ഓരോ ഇഞ്ചറീസൊക്കെ കാണുമ്പോൾ ഒരു സങ്കടം വരും. പിന്നെ അവ എല്ലൊക്കെ ഭയങ്കര ഒരു നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റാത്തൊരു രീതിയിൽ. ഇങ്ങനൊരു പ്രദർശനം വാസ്തവത്തിൽ ഇപ്പോൾ പല സ്ഥലത്തായി നടക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ടിപ്പോൾ കൊല്ലത്ത് വേറൊരു കുറേ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ തൃശ്ശൂർ, വയനാട്, അങ്ങനെ ഞാൻ ഓർഗനൈസ് ചെയ്തതിനപ്പുറത്തേക്ക് ഇത് കണ്ടിട്ട് ആൾക്കാർ അത് കൊണ്ടുപോകണമെന്നുള്ള നിലവാരത്തിൽ എല്ലാവരും കാണിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ കൊണ്ടുപോകുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അവർ സമീപിച്ചിട്ട് അവർ ഒന്നിൽ പ്രിൻ്റ് എടുത്ത് സ്വന്തമായി നടത്തുകയോ അല്ലെങ്കിൽ ഇത് ഫ്രീ ആകുമ്പോൾ അത് കൊണ്ടുപോവുകയൊക്കെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ പലപ്പോഴും അവിടെ പോയിട്ട് ഞാനൊരു പ്രസൻറ്റേഷനൊക്കെ നടത്താറുണ്ട്. ഇപ്പോൾ ഗാസയിലെ സ്ഥിതി വളരെ വ്യത്യാസമൊന്നുമില്ല നേരത്തെ കാട്ടി. കുറച്ചൊരു വെടിവയ്പ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ബോംബിങ്ങും മിസൈലും ഒക്കെ അതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. ഇപ്പോഴും ആ ഒരു ചെറിയ സ്ഥലത്ത് 100 കിലോമീറ്റർ നീളമുള്ള ഒരു സ്ഥലം 20 കിലോമീറ്റർ നീളമുള്ള ഒരു സ്ഥലമായിട്ട് മാറി. അവിടെ ഈ പറയുന്ന ഒരു 21 ലക്ഷം ആൾക്കാരിങ്ങനെ പുഴുക്കളെ പോലെ ജീവിക്കുന്നു. അവിടെ ഇപ്പോൾ പോകാൻ കഴിയാത്തത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികളും ആൻറ്റിബയോട്ടിക്കുകളും മറ്റൊന്നും തീരെയില്ല. അവിടെ പോയിട്ട് ചെയ്യാനായിട്ട് വലുതായിട്ടൊന്നും ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ അത് കിട്ടുന്ന മുറയ്ക്ക് ആണ് പോകേണ്ടത്. ഒരു പക്ഷേ ഏപ്രിലാവുമ്പോഴേക്കും അത് എത്തുമെന്നാണ് നമ്മളൊരു പ്രതീക്ഷ. അപ്പോൾ ആ സമയത്ത് വീണ്ടും ഇവിടെയോ ഇല്ലെങ്കിൽ ഇതിനെക്കാട്ടി മോശമായ സ്ഥലങ്ങളുണ്ട്. സുഡാനിലൊക്കെ വളരെ മോശമാണ്. ഇതിനെക്കാട്ടിയും ഗസയെക്കാട്ടിയും വളരെ മോശമായ സ്ഥലമാണ് സുഡാനൊക്കെ. അപ്പോൾ ഈ 2 സ്ഥലങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് മിക്കവാറും അടുത്ത മിഷനായി ഭാഗമായിട്ട് പോകേണ്ടി വരും. തീർച്ചയായിട്ടും അവിടുത്തെ കാഴ്ചകളൊക്കെ തന്നെ ഇതുപോലെ ജീവിതങ്ങളാണ്. യുദ്ധത്തിലകപ്പെട്ട മനുഷ്യരാണ്. അതിർത്തിക്ക് അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ മനുഷ്യർ ഒരുപോലെയൊക്കെ തന്നെയാണ്. ഏത് അതിർത്തിയായാലും അങ്ങനെ തന്നെയാണ്. യുദ്ധം തുടങ്ങുന്ന ഭരണാധികാരികൾക്ക് അവർ വളരെ സേഫ് സോണിൽ നിന്നിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. പക്ഷേ യുദ്ധം മാറ്റിമറിക്കുന്നതും യുദ്ധം തീരെ ഇല്ലാതാക്കുന്ന ജീവിതങ്ങളും വികലാംഗരാക്കുന്ന ജനങ്ങളും അച്ഛനമ്മമാരില്ലാതാക്കുന്ന കുട്ടികളെയുമാണ് എപ്പോഴും ഉൽപ്പാദിക്കുന്നത്. ഇതൊരു തിരിച്ചറിവ് ഏത് യുദ്ധമായാലും അത് ആര് തമ്മിലായാലും അതിൻ്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് അത് യുദ്ധം
ഇല്ലാതെ ഇരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്കും ഇങ്ങനൊരു എക്സ്പീരിയൻസ് ഇത് കണ്ടു കഴിയുമ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് വാസ്തവത്തിൽ ഈ എക്സിബിഷൻസ് നടത്തുന്നത്.